ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടെടുപ്പിന് ഇനി 13 ദിവസം മാത്രമാണുള്ളത്. മത്സരചിത്രം തെളിഞ്ഞതോടെ തിരഞ്ഞെടുപ്പ് റാലികൾക്ക് പുറമെ സമ്മതിദായകരെ നേരിൽ കണ്ടും വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. അടുത്ത മാസം 9-നാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. കേരളത്തിന് പുറമെ പുതുച്ചേരിയിലും അസമിലും ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കളെ എത്തിച്ച് മുന്നേറുകയാണ് വിവിധ മുന്നണികൾ. എൻഡിഎയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരിലും പാലക്കാടും പ്രചാരണത്തിനെത്തും. പ്രചാരണത്തിനായി അദ്ദേഹം അടുത്ത മാസം 4-ന് കോട്ടയത്തും തിരുവനന്തപുരത്തും എത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് തൃശൂരിൽ LDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ, സച്ചിൻ പൈലറ്റ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇതിനകം തന്നെ UDF പ്രചാരണത്തിനായി സംസ്ഥാനത്ത് എത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായിക്കൊണ്ടിരിക്കെ യുവാക്കളെ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോവുകയാണ്. യുവജനങ്ങളിലെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ജനമൈത്രി പോലീസുമായും ചേർന്ന് എന്റെ വോട്ട് എന്റെ ശക്തി എന്ന സംസ്ഥാനതല പ്രചാരണ പരിപാടിക്കാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ തുടക്കം കുറിക്കുന്നത്. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രചാരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. തെരുവ് നാടകങ്ങൾ, ഫ്ളാഷ് മോബുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങി നിരവധി പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. 18 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള 4,60,000-ലേറെ വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 20-നും 29-നും ഇടയിൽ പ്രായമുള്ളവരും 4.5 ലക്ഷത്തിലേറെയുണ്ട്. രാജ്യസഭയിലും ലോക്സഭയിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ധനകാര്യ ബിൽ, ധനവിനിയോഗ ബിൽ 2 എന്നിവ രാജ്യസഭ ചർച്ചയ്ക്കെടുത്തു. ജൻവിശ്വാസ് ബിൽ ലോക്സഭ പരിഗണിക്കുകയാണ്. രാജ്യത്തെ പെട്രോളിയം LPG വിതരണ സംവിധാനം പൂർണ്ണമായും സുരക്ഷിതവും നിയന്ത്രണ വിധേയവുമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. രാജ്യത്ത് 2 മാസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ശേഖരം സജ്ജമാണ്. ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ഇന്ധനമുണ്ടെന്ന് രാജ്യത്ത് എവിടെയും പെട്രോൾ, ഡീസൽ, LPG ക്ഷാമമില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ലോക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഇന്ന് ഓൺലൈൻ യോഗം വിളിച്ചിട്ടുണ്ട്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. സംസ്ഥാന സർക്കാർ ഏപ്രിൽ 1-ന് നോ ട്രാൻസാക്ഷൻ ഡേ ആയി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ അന്നേ ദിവസം ട്രഷറികളിൽ ഇടപാടുകൾ ഉണ്ടായിരിക്കില്ലെന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. ഏപ്രിൽ 4-ന് രാവിലെ ഏജൻസി ബാങ്കുകളിൽ നിന്ന് പണം ലഭ്യമാക്കിയതിനു ശേഷമേ ട്രഷറികളിൽ പെൻഷൻ, സേവിംഗ്സ് ബാങ്ക് വഴിയുള്ള പണമിടപാടുകൾ ആരംഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് പുതുക്കിയ ഖരമാലിന്യ പരിപാലന ചട്ടം 2026 ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. പുതുക്കിയ ചട്ടത്തിലെ വ്യവസ്ഥകൾ കർശനമായി നടപ്പാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. പുതുക്കിയ ചട്ടപ്രകാരം മാലിന്യം അവയുടെ ഉറവിടത്തിൽ തന്നെ ജൈവ മാലിന്യം, അജൈവ മാലിന്യം, സാനിറ്ററി മാലിന്യം, പ്രത്യേക പരിചരണം ആവശ്യമുള്ള മാലിന്യം എന്നിങ്ങനെ 4ആയി തരംതിരിച്ച് ശാസ്ത്രീയമായി പരിപാലിക്കണം. ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവ നിർമ്മാതാക്കൾ നൽകുന്ന കവറുകളിലോ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികൃതർ നിർദ്ദേശിക്കുന്ന രീതിയിലോ സുരക്ഷിതമായി പൊതിഞ്ഞ് പ്രത്യേക ബിന്നുകളിൽ മാത്രമേ നിക്ഷേപിക്കാവൂ. പൊതുസ്ഥലങ്ങളിലോ തെരുവുകളിലോ ജലാശയങ്ങളിലോ ഡ്രെയിനേജിലോ മാലിന്യം വലിച്ചെറിയാനോ കത്തിക്കാനോ കുഴിച്ചുമൂടാനോ പാടുള്ളതല്ല. കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങളും പൂന്തോട്ട മാലിന്യങ്ങളും അതത് സ്ഥലങ്ങളിൽ തന്നെ പ്രത്യേകം സൂക്ഷിക്കുകയും നിയമാനുസൃതമായി സംസ്കരിക്കുകയും വേണം. 100-ലധികം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികൾ നടത്തുമ്പോൾ 3 പ്രവൃത്തി ദിവസം മുൻപെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ അറിയിക്കുകയും മാലിന്യങ്ങൾ കൃത്യമായി തരംതിരിച്ച് കൈമാറുകയും വേണം. എറണാകുളം എടയാറിലെ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓയിൽ കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ G. പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. മരിച്ച തൊഴിലാളിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ നൽകുന്നതിനും അദ്ദേഹത്തിന്റെ കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുക്കുന്നതിനും ഭാര്യയ്ക്ക് സമ്മതമെങ്കിൽ തൊഴിൽ നൽകുന്നതിനും ഓയിൽ കമ്പനി മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ പറഞ്ഞു. ഭാവിയിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ജില്ലയിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തുമെന്നും കളക്ടർ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.